എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സമാധാനം വേണമെന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വേണോ? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കേണ്ട 3 കാര്യങ്ങൾ പറയാം ട്ടോ. ആദ്യം തന്നെ പറയാൻ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് താരതമ്യം ചെയ്യാതിരിക്കുക നമ്മുടെ സ്വന്തം ലൈഫ്. നമ്മുടെ ജീവിതം മറ്റുള്ള ലൈഫുമായിട്ട് താരതമ്യം ചെയ്യാൻ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെയും സന്തോഷമോ സമാധാനമോ കണ്ടെത്താൻ പറ്റില്ല. രണ്ടാമതായിട്ട് പറയാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ സങ്കടങ്ങളെ ഓർത്തിട്ട് ഇപ്പോൾ നമ്മൾ ഈ പ്രസൻസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ അത് ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല. കഴിഞ്ഞത് പാസ്റ്റ് ഈസ് പാസ്റ്റ് നമ്മൾ പൊതുവേ പറയുന്നില്ലേ, ഒരു പക്ഷേ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം. എനിക്കറിയാം ഇപ്പം എൻ്റെ ലൈഫിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത പെയിൻഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വലിയ വലിയ നഷ്ടങ്ങളായിരിക്കാം. പക്ഷേ അത് നമ്മൾ ആലോചിച്ചിരുന്നത് കൊണ്ട് നമുക്കൊരു നേട്ടമില്ല കേട്ടോ. അതും കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇടയ്ക്കിടയ്ക്ക് ആ പെയിൻ വരാമായിരിക്കാം, പക്ഷേ അതിനെ റിജക്റ്റ് ചെയ്ത് കളയാൻ അല്ലെങ്കിൽ അത് മനസ്സിൽ നിന്ന് എടുത്ത് കളയാനുള്ള ഒരു പ്രാപ്തി നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ ഒരുക്കണം കേട്ടോ. അത് നിങ്ങളുടെ മനസ്സാണ്. കഴിഞ്ഞു പോയ സങ്കടങ്ങൾ ഓർത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും സമാധാനം കടന്നു വരില്ല. ഇപ്പോഴെന്താണ് നിങ്ങളുടെ ലൈഫിൽ കറക്റ്റ് സിറ്റുവേഷൻസ്, അതിൽ മുന്നോട്ട് പോവുക. എന്തെങ്കിലും ഇപ്പോഴും പ്രോബ്ലങ്ങളാണെങ്കിൽ അതിനെ എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ആലോചിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കാം. അല്ലാതെ ആ സങ്കടത്തിൽ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും സമാധാനം വരില്ല കേട്ടോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി നടന്നിട്ട് സ്വന്തം സന്തോഷം കളയാന്നുള്ളത് പൊതുവേ അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മൾ റിലേറ്റീവ്സും ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യരിലും ഉള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനായിട്ട് ജീവിക്കുക എന്നുള്ളത്. ഇപ്പം എൻ്റെ ഫോർ എക്സാമ്പിൾ പറയാം, പഠിക്കുന്ന കാലത്തായാലും ഇനി വിവാഹം ആയിക്കോട്ടെ, ഇപ്പോൾ ജീവിക്കുന്നതാണെങ്കിലും എല്ലാം ഓരോരുത്തരുടെ റിലേറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡിനും കുട്ടിക്കും അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടാവും. അത് വെച്ചാൽ അവരെല്ലാവരും കളയണം എന്നല്ല കേട്ടോ. നമ്മൾക്ക് നമ്മളെ ലൈഫിനൊരു പരിധിയുണ്ട്. പരിധിയുടെ അപ്പുറത്ത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്താനും നമ്മുടെ സന്തോഷങ്ങൾക്ക് കുറച്ച് ടൈം കണ്ടെത്തുമ്പോഴാണ് ജീവിതത്തിൽ ഈ സമാധാനം വരിക. ഇപ്പം നമ്മൾ ഫാമിലി എല്ലായിട്ട് ഇരിക്കുന്നുണ്ട്, നമുക്ക് നമ്മുടേതായ ഒരു ഗോൾ ഉണ്ട്, ഹാപ്പിനെസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ ഓർക്കാതെ അവർക്ക് വേണ്ടി ജീവിക്കുകയാണെങ്കിൽ ആ സിറ്റുവേഷൻ നമ്മൾ എല്ലാവരും ചില്ല് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവില്ല. വൈ ചിന്തിച്ചിട്ടുണ്ടോ? അതെന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ടൈം അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിതം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അവർക്ക് ജീവിതം മാറ്റി വെച്ചതോടൊപ്പം നമുക്കും കൂടെ ഒന്ന് ജീവിക്കാനും നമ്മുടെ ആഗ്രഹങ്ങളും കൂടെ ഒന്ന് ഓർക്കാനും ശ്രമിക്കുമ്പം അവിടെ നമുക്ക് സമാധാനം വരും. അപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് സമാധാനം കൊണ്ടുവരാൻ പറ്റുന്ന 3 കാര്യങ്ങളാട്ടോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്.